പ്രിയമുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാരെ, കച്ചവടക്കാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് രാവിലെ 10 മണി മുതൽ പ്ലാസ്റ്റിക്കിൻ്റെ പരിശോധനയുടെ പേരിൽ കടക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആശ മേഡത്തോടൊപ്പം മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള സ്ക്വാഡ് അംഗങ്ങൾ കടകൾ കയറിയിട്ട് പരിശോധന നടത്തുകയും അതിൽ പ്ലാസ്റ്റിക്കുകൾ കുറച്ച് പിടിച്ചെടുക്കുകയും കച്ചവടം തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റിൻ്റെ ഭാരവാഹികൾ ഇവിടെ കൂടിയിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിന് ഞങ്ങൾ കച്ചവടക്കാരും എതിരല്ല, എന്നാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നേതാക്കന്മാരൊക്കെ ഉൾപ്പെടെയുള്ള യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു മാർച്ച് 31 പൂർണ്ണമായിട്ടും, അത് 31 കഴിഞ്ഞാൽ വൻ പിഴ ഈടാക്കിക്കൊണ്ടുള്ള പരിശോധനകൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കടകളിലും ഇത്തരം പ്ലാസ്റ്റിക് കണ്ടു കഴിഞ്ഞാൽ റെക്കമെൻഡിന് ആരും വരരുത് എന്നൊക്കെ പഞ്ചായത്തൊക്കെ പോലീസൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ കച്ചവടക്കാർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിന് വിപരീതമായിട്ട് വളരെ പരാതിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ധിക്കാരപരമായിട്ട് കടകളിൽ കയറി കച്ചവടമൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ കച്ചവടക്കാരെ ദ്രോഹിച്ചതിൽ പ്രതിഷേധിച്ചാണ് അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നിവിടെ ചേർന്നിട്ടുള്ളത്. കുറച്ച് പ്ലാസ്റ്റിക്കുകൾ അവർ പിടിച്ചെടുക്കുകയുണ്ടായി. പരമാവധി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും അതിന് കച്ചവടക്കാർക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. പ്ലാസ്റ്റിക്കിനൊക്കെ എല്ലാ കച്ചവടക്കാരും കൃത്യമായിട്ട് തന്നെ അതിനൊന്നും ഒരു അനുകൂലിക്കുന്നില്ല. അതിന് ബദൽ സംവിധാനമില്ലാതെ സാധാരണ വീഴുന്ന പെട്ടിക്കടകളിൽ വന്ന് കവറ് പിടിച്ചെടുക്കുന്ന ഈ സംവിധാനത്തിൽ നിന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളത്.